വെൽക്കം ടു വേക്ക കളക്ഷൻ. നമ്മൾ ഇന്ന് അടിപൊളി സാരീസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് തന്നെയാണ്, പക്ഷെ അന്നത്തേനെക്കാട്ടിലും കൂടുതൽ കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അന്നുള്ളതിനെക്കാട്ടിലും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആരും മിസ്സാക്കണ്ട. നല്ല അടിപൊളി, നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള എല്ലാം സോൾഡ് ഔട്ടായി. ഒരു റെഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു പീസ് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ പീസുകളും നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അത്രയും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് ബ്ലാക്കിനൊക്കെ എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്കൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചോദിച്ചിട്ടുള്ള 2 കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പുതിയ കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം കൂടെ, നമ്മളെ ഗിവ് അവേ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒരു ആൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഗിവ് അവേ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ ഗിവ് അവേ വിന്നർ ഷോമി പന്നരക്കുന്നേൽ എന്ന് പറയുന്നൊരു ഐഡിയിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ തുടക്കം തൊട്ട്, നമ്മളെ വീഡിയോ ഇടുന്നതിൻ്റെ തുടക്കം തൊട്ട് കുറച്ച് പേര് നമ്മളെ അന്ന് തൊട്ട് ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഇടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരു 20 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് അയക്കേണ്ട. ഒരു 20 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക. അതിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് ഇടുന്നവരിൽ നിന്നൊക്കെയാണ് നമ്മളിത് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ലോട്ട് എടുത്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിജയി ഇവരാണ്. ഇനി നമ്മൾ വിഷുവിനാണ് ഇതേപോലെ, വിഷുവിൻ്റെ അന്ന് തന്നെ ആയിരിക്കില്ല, വിഷു കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അടുത്ത വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആരും മറക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു 20 മണിക്കൂറിനൊക്കെ ശേഷം, 20-21 മണിക്കൂറിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ. അയച്ചു തരുമ്പോൾ നിങ്ങളെ ഏത് പേരിലാണ് നിങ്ങൾ യൂട്യൂബിലെ ഐഡിയും കൂടി ഒന്ന് പറയണേ. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മളെ അടുത്തുനിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെയും കൂടെ നമ്മൾ അടുത്ത പ്രാവശ്യം ഗിവ് അവേയിൽ പങ്കെടുപ്പിക്കും കേട്ടോ. കാരണം അവരെ നമ്മൾ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അടുത്ത ഗിവ് അവേ തിരഞ്ഞെടുക്കുക കേട്ടോ. ഒരുപാട് പേര് സാരി ആയാലും നമ്മൾ തുടക്കം മുതലേ നമ്മളിതൊന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊന്നും നമ്മൾ മറന്നുകൂടല്ലോ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യത്തെ ഗിവ് അവേയിൽ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മളിതൊരു പ്രാവശ്യം കൊണ്ടുവന്നതാണ്, പക്ഷെ അന്ന് ഈ കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഇപ്രാവശ്യം ഞാൻ സാരി വെയർ ചെയ്യാത്തത് നമ്മളിത് ഒരു പ്രാവശ്യം കാണിച്ചതാണ്, അതുകൊണ്ടാണ് വെയർ ചെയ്യാത്തത്. ഇതിലിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ലൈൻസൊക്കെ പ്രിന്റുകളാണ് കേട്ടോ. അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റുകളല്ല. നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയാലൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റുകളൊന്നല്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ്. വിചിത്ര സിൽക്ക് മെറ്റീരിയൽ 5.5 മീറ്ററാണ് സാരിയുടെ ലെങ്ത് വരുന്നത്. എക്സ്ട്രാ ബ്ലൗസ് പീസോ അതുപോലെ തന്നെ പല്ലൂസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഫുൾ ബോഡിയിലും ഇത് തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് സാരി ആയിട്ടല്ല വേറെ ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കുള്ള സ്കേർട്ടോ അതുപോലെ തന്നെ ടോപ്പ് വേണമെങ്കിലോ, ടോപ്പും ഓം ഡോട്ടർ കോംബോയോ ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു അടിപൊളി ക്ലോത്താണ്. വിചിത്ര സിൽക്ക് മെറ്റീരിയലിനെ പറ്റി എടുത്തൊക്കെ അറിയാം. നല്ലൊരു ക്ലോത്താണ്. അതുപോലെ തന്നെ വേറെ ഇത് കഴിഞ്ഞാലും നല്ല ഷേപ്പിൽ അതേപോലെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫസ്റ്റ് കളർ വരുന്നത്. റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ കൊണ്ടുവന്നിരുന്നു മെറൂൺ ഷെയ്ഡ്. അത് റെഡിഷ് മെറൂൺ ആയിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ പീസ് ഇറക്കിയിരുന്നതും ഈ റെഡിഷ് മെറൂൺ ആയിരുന്നു. പക്ഷെ അത് എല്ലാം സോൾഡ് ഔട്ട് ആയി. അതുകൊണ്ടാണ് അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാൻ ഒരു പീസ് പോലും ഇവിടെ ഇല്ല കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണിക്കാമായിരുന്നു. ഇത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. റെഡിഷ് മെറൂൺ അല്ല, ഡാർക്ക് മെറൂൺ ആണ്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഒരു ഡാർക്ക് കൂടുതലുണ്ട് നേരിട്ട് കാണാൻ. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. ആരും മിസ്സാക്കണ്ട കേട്ടോ. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരും കേട്ടോ. ഒറിജിനൽ പ്രൈസ് 625 ആണ് കേട്ടോ. നമ്മൾ 599-നാണ് സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിലേക്ക് നല്ല ബ്ലൗസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത കളർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാത്ത പുതിയൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പീക്കോക്ക് ബ്ലൂ, ഒരു സഫയർ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വീഡിയോയിൽ സെയിം കളർ കിട്ടുന്നില്ല കേട്ടോ. ഒരു സഫയർ ബ്ലൂ ആണ് കളറ്. ലാസ്റ്റ് കളർ ബ്ലൗസ് അല്ലെങ്കിൽ സെയിം കളർ ബ്ലൗസൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാം. അതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും ഫ്ലോയി ആയി കിടക്കുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ്. അടുത്ത കളർ ഇതാ ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ചില്ലി റെഡ് ഷെയ്ഡ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മെറ്റീരിയൽ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സാരി തന്നെയാണ്. ആ സാരികളിൽ ഒരു സാരി മാത്രമേ ഉള്ളൂ, റെഡിൽ പെട്ടിട്ടുള്ള ഒരു സാരി മാത്രമേ ഉള്ളൂ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു റെഡ് ഞാൻ ഇപ്രാവശ്യം കാണിച്ചു എന്നേ ഉള്ളൂ. നല്ലൊരു ചില്ലി റെഡ് ആണ് കേട്ടോ ഷെയ്ഡ്. ഒറ്റ പീസ് മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ. ഡാർക്ക് കോഫി ബ്രൗൺ ആണ്. ഒരു ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അതേ കളർ തന്നെയാണ്. പക്ഷേ കൂടുതൽ എൻക്വയറി ഉണ്ടായപ്പോൾ ഞാനത് റീസ്റ്റോക്ക് ചെയ്തതാണ്.
നല്ല ഭംഗിയുള്ളൊരു വർക്ക്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പോയിരിക്കുന്നത്. ഫുൾ ബോഡിയിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. പല്ലു പോർഷൻ ഒന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. ഫുൾ ബോഡിയിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് പോയിരിക്കുക. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ. അത് നിറച്ച് ബ്ലാക്ക് ഒന്നല്ല, ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സിമിലർ ആയിട്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡിനോട് സിമിലർ ആയിട്ട് തോന്നും. അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇതൊരു ബ്ലാക്ക് പോലെ തോന്നും, ഇത് ബ്ലാക്ക് അല്ല, ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്, ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്. ഇതാണ് ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ. ഇതൊരു നനച്ച ബ്ലാക്ക് പോലെ അല്ലേ വീഡിയോയിൽ കാണുന്നത്. ഇതൊരു ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് കോഫി ബ്രൗൺ ഷെയ്ഡിലും. ഇതിൻ്റെ ഡിഫറൻസ് ഇതാ ഇങ്ങനെയാണ്. ഇതിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്, ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഒരു പൊടിക്ക് ഡാർക്ക് കൂടുതലുണ്ട് നേരിട്ട് കാണാൻ. വീഡിയോയിൽ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇത് നമ്മൾ പ്രാവശ്യം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കളറാണ്, നേരത്തെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത കളറാണ്. ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇതിന് മുന്നേ ഈ സാരി പർച്ചേസ് ചെയ്തവരൊക്കെ, നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് സാരി, എങ്ങനെയുണ്ട് അത് വെയർ ചെയ്യാനെന്നൊക്കെ കേട്ടോ. അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നല്ലൊരു അടിപൊളി സാരിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലുക്ക്. നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്യാത്തത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച സെയിം സാരി തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഡ്രൈപ്പ് ചെയ്യാത്തത്. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളും മറക്കണ്ട കേട്ടോ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക.